ഹായ് എവരിവൺ. ഇന്നലെ ഇട്ട വീഡിയോ ആർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. സോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണിത്. അതായത് പെയ്ഡ് ടൂളും ഫ്രീ ടൂളും തമ്മിൽ ഇന്നലെ മിനിഞ്ഞാന്ന് വരെ നമ്മൾ സംസാരിച്ചത് ഫ്രീ ടൂൾ വെച്ചിട്ടുള്ള ജനറേഷനാണ്. ഇന്നലെ തൊട്ട് നമ്മൾ തുടങ്ങിയത് പെയ്ഡ് ടൂളാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്ത ഒരു വർക്ക് പെയ്ഡ് ടൂൾ വെച്ചിട്ട് ചെയ്ത ഒരു വർക്കാണ്. സോ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ വ്യത്യാസങ്ങളുണ്ടാവും തോന്നും. കാരണം നമ്മൾ ഫ്രീ ടൂൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ആ ടൂളിൻ്റെ നെയിം നമ്മൾ മെറ്റയിലാണ് ചെയ്തെങ്കിൽ മെറ്റേൻ്റെ ഒരു ലോഗോ രണ്ട് സൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഒരു ഫിനിഷിങ് ലൈനിങ് ആ വീഡിയോയിൽ കണ്ടാൽ നമുക്ക് തോന്നില്ല. ഇതിൽ കുറച്ചുകൂടി കളറ് ഞാൻ ഇവിടെ ടൂൾ എടുത്തതിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ ജെമിനി ആണെങ്കിൽ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഫ്ലോയിലാണ്. നിങ്ങൾ നോക്കിയാൽ ഒരു ഫിനിഷിങ് നമുക്ക് വീഡിയോയ്ക്ക് കാണാൻ പറ്റും. കളർ ക്യാമറ ആംഗിൾസ് ആയാലും ലൈറ്റിംഗ് ആയാലും എല്ലാത്തിനും ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്ലോ എന്ന് പറയുന്നത് ജെമിനിൻ്റെ ഗൂഗിളിൻ്റെ തന്നെ ബെസ്റ്റ് ഫിലിം മേക്കിംഗ് ടൂളാണ് ഫ്ലോ. സോ ഫ്ലോയിൽ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ് ഞാനിപ്പോൾ തന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചത്. പക്ക ഒരു സിനിമ കാണുന്നൊരു ഫീലോ അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ അനിമേഷൻ ഫിലിം കാണുന്ന ഫീലോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഉദ്ദേശിച്ച പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റെൻഡ് എന്ന് കണ്ടില്ലേ, എക്സ്റ്റെൻഡ് എന്ന് വെച്ചാൽ വീഡിയോൻ്റെ വലിപ്പം കൂട്ടാനുള്ളതാണ്. ഓക്കെ, ഇത് ബാക്ക് അടിച്ചാൽ ഞാനത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇതിൽ നമുക്കുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇമേജ് നമുക്ക് ഇതിൽ ഇമേജ് ജനറേറ്റ് ചെയ്യാം. പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പണ്ട് ഒരു ഫ്ലോ എന്നൊരു സംഭവത്തിലാണെങ്കിൽ പണ്ട് നമുക്ക് ചാറ്റ് ജിപിറ്റിയോ അല്ലെങ്കിൽ ജെമിനിയോ ക്രിയേറ്റ് ചെയ്യുക ഇമേജ് എടുത്തിട്ടാണ് ഇവിടെ വന്നിട്ട് ഇടുന്നത്. ടോട്ടലി ഇതിൻ്റെ ഇൻ്റർഫേസ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇമേജ് നമുക്കിവിടെ പല സൈസുള്ള ഇപ്പോൾ 69 ഉണ്ട്, 4:3 ഉണ്ട്, 1:1 ഉണ്ട്, 3:4 ഉണ്ട്, 9:16 ഉണ്ട്. പല റേഷ്യോയിലുള്ള ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇമേജ് ജനറേറ്റ് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് തന്നെ ഇവിടെ പ്ലസ് എന്നൊരു ബട്ടൺ കണ്ടിട്ടുണ്ടാവും. ഒരു ബട്ടണിൽ ഞാനിപ്പോൾ ആദ്യത്തെ ഒരു ഇമേജ് ഇതാണ് ഫസ്റ്റ് ഫ്രെയിം. രണ്ടാമത്തെ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ സെലക്ട് ചെയ്യണം. ഇത് സെക്കൻഡ് ഫ്രെയിം എന്ന് പറയും. ഇനിയും അതല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഇതൊന്നും വേണ്ട, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ ഇതിൽ വീഡിയോയിൽ പോയിട്ട് ഇവിടെ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് റേഷ്യോയിലാണ് വീഡിയോ വേണ്ടത് ആ റേഷ്യോയിൽ നമുക്ക് വീഡിയോ എടുക്കാം. ഇപ്പോൾ 1x എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം വീഡിയോ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. 2x എന്ന് വെച്ചാൽ രണ്ട് വീഡിയോസ് നമുക്ക് ചെയ്യാം. ഒരേ ടൈമിൽ 2 വീഡിയോസ് ക്രിയേറ്റ് ചെയ്യും. 3 പറഞ്ഞാൽ ഓരോ ടൈമിൻ്റെ വ്യത്യാസമാണ്. ഇതിൽ ഞാൻ VO3 3 ലൈറ്റാണ് എടുത്തത്. നമ്മൾ ക്രെഡിറ്റ് അധികം വേസ്റ്റ് ആക്കി കളയാൻ പറയല്ലോ. അപ്പോൾ VO3 ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 10 ക്രെഡിറ്റേ പോവുള്ളൂ. അതുപോലെ ഫാസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 20 ക്രെഡിറ്റ് പോവും. ദെൻ നല്ല ഹൈ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം എടുക്കുകയാണെങ്കിൽ 100 ക്രെഡിറ്റ് വരെ പോവും. അതുകൊണ്ട് കൂടുതലും വീഡിയോസ് നിങ്ങൾ VO3 ലൈറ്റ് എടുത്തിട്ട് 10 ക്രെഡിറ്റേ നമുക്ക് നഷ്ടം. ഓരോ വീഡിയോ 10 ക്രെഡിറ്റ് പോയാലും 20 ക്രെഡിറ്റേ നമുക്ക് പോകത്തുള്ളൂ. അപ്പോൾ സൂക്ഷിച്ച് കണ്ടൊക്കെ വീഡിയോ ചെയ്യാം. പ്രോ ഞാൻ മുന്നേ യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ ക്രെഡിറ്റ് ലിസ്റ്റ് കൊണ്ട് കാണിക്കാം. മന്തിൽ നമുക്ക് ശരിക്കും 1000 ക്രെഡിറ്റാണ് കിട്ടുക.